ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ദിവസങ്ങളല്ല കുറച്ചധികം മാസങ്ങളായിട്ടുണ്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. നാട്ടിൽ പോയ ടൈമിലാണ് ഞാൻ ലാസ്റ്റായിട്ടൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ലോങ് വീഡിയോ എന്ന് പറയുമ്പം അത്രമാത്രമൊന്നുമില്ല, ഒരു 4 to 5 minutes വരുന്ന വീഡിയോസേ ഇതുവരെ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കൂടുതലും യൂട്യൂബിലൊക്കെ ഈ ഡെയിലി വ്ളോഗ്സും എസ്തെറ്റിക് വ്ളോഗ്സും ഒക്കെ കാണുമ്പം നല്ല ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, വീഡിയോസ് എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഇടണം എന്നുള്ളതൊക്കെ. ആൻഡ് ഞാൻ ഫസ്റ്റായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയത് ഇൻസ്റ്റഗ്രാമിലാണ്. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചില വീഡിയോസിനെല്ലാം റീച്ചൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫോളോവേഴ്സ് വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി വൈ നോട്ട് ഇപ്പം തന്നെ നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പിന്നെ അധികം ലാഗാക്കിയില്ല, അങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടും ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാ ഇനി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഐക്യയിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ടു ഗോ. ഈ കാര്യം ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് വീഡിയോ വാസ് ഷൂട്ട് ഓൺ 31st January. അന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. ആൻഡ് ആൾസോ 2 ദിവസം മുന്നായിട്ട് വി വർ ബോത്ത് സിക്ക്. സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടയേർഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ പുറത്ത് പോകാനുള്ളൊരു പ്ലാനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈവനിങ് ടൈം ആയപ്പോഴാണ് എന്നാൽ ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ വരാമെന്ന് കരുതി. ആൻഡ് ഒരു പ്ലാൻ ബി ചിന്തിക്കാണ്ട് നമ്മൾ നേരെ പോയത് ഐക്യയിലോട്ടാണ്. 8 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളവിടെ എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് 2 പേർക്കും നന്നായിട്ട് വിശക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലാണ്. ആൻഡ് അത്യാവശ്യം തിരക്കുള്ള ടൈമായിരുന്നു. സോ നമ്മളും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഫുഡെല്ലാം എടുത്തു. ഫുഡെല്ലാം കഴിച്ചു. ആൻഡ് ദ ഫുഡ് വാസ് സോ ഗുഡ്. ദെൻ പിന്നെ നമ്മൾ നേരെ ഷോറൂമിലോട്ട് പോയി. ആൻഡ് കുറച്ച് ദിവസം മുന്നേ തന്നെ ഞാൻ ഐക്യയുടെ ആപ്പ് നോക്കുന്ന സമയത്ത് അതിൽ 50 to 75% ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ടൈമിൽ എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ദിവസം പോകണം എന്ന് കരുതിയിട്ട്. സോ ഇത് ഓൾറെഡി മനസ്സിലുണ്ടായതുകൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ നേരെ ഐക്യയിൽ തന്നെ പോവാം എന്ന് കരുതിയേ.
ആൻഡ് ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നും ആഡ് ഓൺ ചെയ്ത് വാങ്ങിയിട്ടില്ല. ബിക്കോസ് ഞാനിതിവിടെ പറയാൻ വേണ്ടി കാരണം എപ്പോൾ ഐക്യയിൽ പോയാലും എൻ്റെ മൈൻഡിലുള്ള അല്ലെങ്കിൽ ഞാൻ നോട്ട്സിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളല്ലാതെ അവിടെ പോയാൽ ഓരോന്ന് കാണുമ്പോൾ ഇഷ്ടമാകുമ്പോൾ അങ്ങനെ വാങ്ങാറുണ്ട്. ബട്ട് ഇവിടെ അതിനുള്ള ചാൻസ് കൂടുതലായിരുന്നു. ബിക്കോസ് അവർ ന്യൂ ഐറ്റംസൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു 2 ഏരിയാസാണ്. ഒന്ന് കിച്ചൺ ഏരിയ ആൻഡ് ദെൻ ഡെക്കോർ ഏരിയ. കിച്ചൺ ഏരിയയിൽ ഇപ്പോൾ കൂടുതലായിട്ട് ന്യൂ ഐറ്റംസൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു. ആൻഡ് ഇപ്പോൾ ഏകദേശം ടൈം ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബില്ലിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ദെൻ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഐസ്ക്രീം കഴിക്കാതെ പോകാറില്ല. സോ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ ഇനി പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നുമില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് ടൈം ഒരു 12 o'clock ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടു ലൈക്ക് ആൻഡ് കമൻറ്റ്. ആൻഡ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അണ്ടിൽ ദെൻ ബൈ.